എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മന്ത്രി വരുന്ന ചടങ്ങില് മീനാക്ഷിയെ അനുമോദിക്കാണ്ട് തുടങ്ങുകയാണ്. ഈ സമയത്ത് മീനാക്ഷിയോട് ഹസ്ബൻഡിനെ വിളിക്കാനായിട്ട് പറയാണ്. ആ സമയം മീനാക്ഷി അവിടെയൊക്കെ നോക്കിയിട്ട് ആകാശനെ കാണാനില്ല. മീനാക്ഷി ആകെപ്പാടെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് വീണാപാടം ചോദിച്ചു, അല്ല മീനാക്ഷിയുടെ ഹസ്ബൻഡ് എവിടെ, കാണുന്നില്ലോ എന്ന് പറയണം. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു മാടെന്ന് പറയാ. ഇത് കേട്ടത് രാജു പറഞ്ഞു, ഓഹോ, സ്വന്തം വീട്ടുകാർക്ക് പോലും താല്പര്യമില്ല മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിട്ട് പോലും. നല്ല ബാമിലി എന്നിട്ടാണോ പറയുന്നത് ഫുൾ സപ്പോർട്ടാന്ന് പറയണേ എന്നൊക്കെ പറയണം. ഇതോടെ കേട്ടിഞ്ഞപ്പോ മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി, വല്ലാത്ത ടെൻഷനായിപ്പോയി. പെട്ടെന്ന് മന്ത്രി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഇനി ഏതായാലും ഒരു ഉപകാരം തരാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മീനാക്ഷി തന്നെ ഏറ്റവും ആയിക്കോളാൻ പറയണം. മീനാക്ഷിന്റെ പൊന്നാടി അണിയിച്ച ഉപകാരം കൈമാറുവാണ്. മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടമായി. ആ സമയത്ത് കൃത്യസമയത്ത് തന്നെ ആകാശേട്ടൻ മുങ്ങിയില്ലോ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ആ സമയം ആകാശ് തകർന്ന മനസ്സോടുകൂട്ട് വീട്ടിലേക്ക് കയറി വരുവാണ്. കയറി വരുന്ന സമയത്ത് ആകാശിന്റെ മനസ്സിലേക്ക് ഗണേശൻ പറഞ്ഞ വാക്കുകളൊക്കെ ആയിരുന്നു. നാണമില്ലാത്തവൻ വന്നിരിക്കുന്നു, പലചരക്ക് കടയിൽ എടുത്തു കൊടുക്കുന്ന ജോലി, നാണമുണ്ടോടാ നിനക്ക് ഇവിടെ ദേ ഇങ്ങനെ വന്നിട്ട് ഭാര്യയുടെ സാരിത്തുമ്പി പിടിച്ച് തൂങ്ങി നിൽക്കാന്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ തകർന്ന മനസ്സോടെ അകത്തേക്ക് വരിക. പെട്ടെന്ന് ഗോമതി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ആഹാ ഇത്ര പെട്ടെന്ന് അനുമോദനം ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ, എന്നിട്ട് ഉപഹാരമൊക്കെ എന്തിയെന്ന് ചോദിക്കുക. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നോട് കൂടുതലൊന്നും ചോദിക്കണ്ട കേട്ടോ എന്ന് പറയാ. എടാ മോനെ, അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ, അവളെന്തിയേ, മീനാക്ഷി എന്തിയെന്ന് ചോദിക്കുവാണ്. ദേ മീനാക്ഷി വന്നില്ല എന്ന് പറയണ. എടാ മോനെ, ഉപഹാരമൊക്കെ കിട്ടിയോ? ആ എനിക്കറിയത്തില്ല എന്ന് പറയണ. നിനക്കറിയത്തില്ല, അതെന്താ അറിയത്തില്ലാത്ത, ഞാൻ ഇങ്ങോട്ട് പോന്ന് പറയാ. അതെന്ത് പരിപാടിയാടാ കാണിച്ചേ, നീ ഇങ്ങോട്ട് പോന്നോ? ദേ അത് കൊള്ളാം, അപ്പൊ നീ പിന്നെ എന്ത് കാണാനായിട്ട് പോയത്, അപ്പൊ നീ ഒന്നും കണ്ടില്ലേന്ന് ചോദിക്കും. ആ എനിക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിലും നമ്മൾ പല സ്ഥലങ്ങളിലും വലിഞ്ഞു കയറി ചെല്ലേണ്ട സ്ഥലത്ത് നമ്മൾ കയറി ചെല്ലേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു പറഞ്ഞിട്ട് ആകാശ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി കഥ അടിച്ചിരിക്കുവാണ്. എന്താ കാര്യം ഒന്നും മനസ്സിലായില്ല. ഇതെന്ത് പറ്റിയവന്, പോയപ്പോഴിങ്ങനെ ആയിരുന്നില്ലല്ലോ, ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ പോയത് എന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലുണ്ട്. പിന്നീട് വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി വീട്ടിലേക്ക് വരുവാണ്. പെട്ടെന്ന് ഗോമതി എന്നിട്ട് ചോദിച്ചു, എന്താ മോളെ നീ എന്തത്ര വൈകിയെന്ന് ചോദിക്കാം. അത് വൈകിട്ടൊന്നും ഇല്ലമ്മേ, ഞാൻ സാധാരണ വരുന്ന സമയത്ത് തന്നെയാണല്ലോ വന്നേ. അല്ല ഇത്ര സമയം, അത് പിന്നെ അനുമോദനമാണെങ്കിലും അതിന് ശേഷം ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നേന്ന് പറയാണ്. പിന്നീട് എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ, ഉപഹാരമൊക്കെ കിട്ടിയോന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി എന്തുക തന്റെ കയ്യിലിരിക്കുന്ന ബാഗ് ആ ടേബിളിലേക്ക് ഒറ്റ ഇടിയിലങ്ങ് ഇടുവാണ്. അപ്പൊ ബാഗ് താഴേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കോമതി ഒരു നിമിഷം ഞെട്ടി. എന്തോ ഒരു ഒച്ച കേട്ടു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ അടിയിലിരുന്ന ആ ഉപഹാരം അതാണ്. ഇതെന്തിനാ പോൾ ഇവര് വലിച്ചെറിഞ്ഞേ? പെട്ടെന്ന് ഗോമതി വന്നിട്ട് പറഞ്ഞു, അതെ ഇതൊരു ഉപഹാരമാണ്, അതിന്റെ ചെറുപ്പം വലിപ്പത്തിലൊന്നും അല്ല കാര്യം, ആര് തന്നാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതിനെ ബഹുമാനിക്കണം. മോൾ അതിങ്ങനെ വലിച്ചെറിയാൻ പാടുണ്ടോന്ന് ചോദിക്കുക. ഇതിൻ്റെതായ ഒരു വിലയില്ലേ, അതിനൊരു മൂല്യമില്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ആര് തന്നാണെങ്കിലും എന്ന് ചോദിക്കുക. എത്ര ദേഷ്യം വന്നാലും ഇങ്ങനെയൊന്നും ചെയ്യലെന്ന് പറയണം. ഇത് കേട്ടതും മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. എന്താ മോളെ, എന്ത് പറ്റി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും. എന്തോ പ്രശ്നമുണ്ടല്ലോ, കാര്യം എന്താന്ന് പറ എന്ന് പറയാണ്. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, ഞാൻ അമ്മയോടൊരു ചോദ്യം ചോദിക്കട്ടെ. എന്ത്? അല്ല അമ്മ ഇതുവരെയായിട്ടും അച്ഛൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ടോ? അല്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല അമ്മ കുറെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കറികൾ അമ്മ ഇതിലായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് പിന്നെ ഞാന് അച്ഛനില്ലാത്ത കറികൾ അമ്മ ഉണ്ടാക്കാറുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടമാണെ പോലും അമ്മ അത് ഉണ്ടാക്കാറുണ്ടോ? ഇല്ല, അതങ്ങനെ ഉണ്ടാക്കാറില്ല. എനിക്ക് ഇഷ്ടമായിരുന്നായിരിക്കും, പക്ഷേ എങ്കില് ബാലേട്ടന് ഇഷ്ടമില്ലെങ്കിൽ അത് എനിക്ക് ഇഷ്ടമില്ല, കാരണം അത് പിന്നെ എനിക്കും കഴിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല എന്ന് പറയണം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഇവിടെ, കാരണം ആകാശന് ഇഷ്ടമില്ലാത്ത സാധനം എത്ര വിലപ്പെട്ടതാണെങ്കിലും അതെന്റെ കയ്യിലിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂല്യമില്ല, വിലയില്ല. ഞാൻ പിന്നെ അത് കൊണ്ടു നടന്നിട്ട് കാര്യമില്ലെന്ന് പറയണം. നീ എന്തൊക്കെയാ മോളെ പറയണേ, എങ്ങും തൊടാതെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നീ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ തെളിച്ചു പറ, എങ്കിലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയണം. പിന്നീട് മീനാക്ഷി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. സ്റ്റേജിലേക്ക് തന്നെ മന്ത്രി വിളിപ്പിച്ച് അനുമോദിക്കാനായിട്ട് തുടങ്ങിയത് പൊന്നാട എണീക്കുന്ന സമയത്ത് മന്ത്രി ചോദിച്ചു, ഹസ്ബൻഡിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ആകെപ്പാടെ നാണം കെട്ട് നിന്നു. പിന്നീട് അവിടെ നിന്ന് രാജി തന്നെയോട് കുത്തുവാക്കുകളൊക്കെ പറഞ്ഞു എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിന്നുപോയ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് വല്ലാത്ത വിഷമായി. ദൈവമേ, എന്നിട്ട് അവനെ ഒരു വാക്ക് പോലും പറയാതെ ഞങ്ങളോട് പോകുന്നതെന്ന് ചോദിക്കാം. അതേമേ, ഞാൻ എത്രമാത്രം നാണം കെട്ടെന്ന് അറിയാവോ? ദേ ഇന്ന് ടി വിയിലും ഇതിലെല്ലാത്തിനും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വണ്ടായിരുന്നു. ദേ ആകാശന്റെ ഒരു വാക്ക് പോലും പറയാതെ പോന്ന്, ഞാൻ എത്രമാത്രം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടെന്നറിയാവോ? എന്റെ വിഷമം ഞാൻ ആരോട് പോയി പറയാനായിട്ടാ? എന്നെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കുക. ഈ സമയം ഗോമതി പറഞ്ഞു, അങ്ങനെയാണ് കാര്യങ്ങൾ, അന്ന് അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇന്ന് അത് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്നും പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് ഗോമതി അകത്തേക്ക് കയറി ചെല്ലുവാണ്. ആ സമയത്ത്
ആകെപ്പാടെ അസ്വസ്ഥനായിട്ട് ആകാശം ഉണ്ടായിരുന്നു. പെട്ടെന്ന് മീനാക്ഷി ഓർത്തു, ആകാശ് ഇവിടെ ഉണ്ടോ? അപ്പൊ ആകാശ് പോയില്ലേ കടയിലേക്ക്? ഉം. താനും കരുതി ആകാശ് കടയിലേക്ക് പോയി കാണുന്നു. അവന് പലചരക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതാണല്ലോ പ്രാധാന്യം ഇതിനേക്കാളും വലുത്. കാരണം ഇതിനൊക്കെ അവൻ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഓടി ഇങ്ങോട്ട് പോകുന്നത്. ആ ഒരു ചിന്തയായിരുന്നു മീനാക്ഷിയുടെ മനസ്സിൽ. എന്നിട്ട് അവന് കടയിലേക്കും പോകാതെ ഇവിടെ വന്നിരിക്കുവാണോ? അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗോമതി അകത്തേക്ക് എറിച്ചു. അകത്തേക്ക് എറിച്ചിട്ട് ആരിനോട് ചോദിച്ചു, സത്യം പറ. അല്ല, ആരിനോടല്ല, ആകാശിനോട് ചോദിച്ചു, സത്യം പറയടാ, നീ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കുക. മീനാക്ഷിക്ക് ഉപഹാരം കൊടുക്കുന്ന സമയത്ത് നീ അവിടെ നിന്ന് പതുക്കെ മുങ്ങിയല്ലേന്ന് ചോദിക്കുകയാണ്. ഇതേടെ ആകാശൊന്നും മിണ്ടില്ല. നിന്നോടാ ചോദിച്ച നീ എന്ത് പരിപാടിയെ കാണിച്ചതെന്ന്. ഈ സമയം മീനാക്ഷി പുറത്ത് നിൽക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. നിനക്ക് എന്തിന്റെ കേടായിരുന്നു? ഇങ്ങനെയായിരുന്നു നിനക്ക് ഒരു വാക്ക് പറയാൻ മേലായിരുന്നോ? നീ എന്തിനാ ഒരുങ്ങിക്കെട്ടി പോയത്? ഞാൻ പോയിക്കൊണ്ടുപോയിരുന്നല്ലോ അവളുടെ കൂടെ. ഇങ്ങനെ അവളെ നാണം കെടുത്താനാണെങ്കിൽ നീ പോകേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ അവളോടൊപ്പം പോയേനെ. എന്ത് സന്തോഷത്തോടെ പോയത് ഇവിടുന്ന്. പാവം മീനാക്ഷി മോള് എത്രമാത്രം വിഷമത്തോടെ തിരികെ വന്നേന്നറിയാവോ? ഇന്ന് പത്രത്തിലും ന്യൂസിലും എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നായിരുന്നു. എന്നിട്ട് നീ എന്താ ചെയ്തേ? അവളെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് പോരുവല്ലേ ചെയ്തേ? എല്ലാവരുടെ മുന്നിൽ അവള് നാണം കെട്ട് തല കുനിച്ച് നിന്നില്ലേടാ. നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് ചോദിക്കുക. അത് കേട്ടതും ആദ്യമൊന്നും ആകാശൊന്നും മിണ്ടിയില്ല. പിന്നീട് ആകാശ് പറഞ്ഞു, അമ്മേ, അമ്മ നമ്മൾ അർഹിക്കാത്തടത്ത് ഒരിക്കലും നിൽക്കാൻ പാടില്ലെന്ന് പറയണം. നമുക്കേ ദിവസേന എല്ലാവർക്കും ഇവിടെ ആഹാരം കഴിക്കാൻ അരി വേണം, പലചരക്ക് സാധനങ്ങൾ വേണം, പച്ചക്കറി വേണം, എല്ലാം അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും വേണം. പക്ഷേങ്കിൽ അത് എടുത്തു കൊടുക്കുന്നവനെ ആൾക്കാർക്ക് പുച്ഛമെന്ന് പറയണേ. എടുത്തു കൊടുക്കുന്നവനെ പുച്ഛമാണ്. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ? അല്ലമ്മേ, ഒരു പലചരക്കടയിൽ എടുത്തു കൊടുക്കുന്നവനെന്ന് പറയുമ്പോഴത്തേനും വലിയ 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 ആൾക്കാരൊക്കെ നമ്മളോടൊരു പുച്ഛമാന്ന് പറയണേ. പുച്ഛമോ? നിന്നോട് ആർക്കാ ഇപ്പൊ ഒരു പുച്ഛം? ഇവിടെ ആർക്കും ഒരു പുച്ഛമില്ലല്ലോ. മീനാക്ഷി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ, പിന്നെ നിനക്കെന്താ കുഴപ്പം? അതല്ലമ്മേന്ന് പറയണേ. പിന്നീട് ഗണേശൻ അവിടെ പിടിച്ചു നിർത്തി, നിനക്ക് നാണമില്ലേടാ ഭാര്യയുടെ സാരത്വം പിടിച്ച് വരാനും പറഞ്ഞ അതെല്ലാ കാര്യങ്ങളും പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുറത്തുനിന്ന് മീനാക്ഷിക്ക് സങ്കടമായിപ്പോയി. അപ്പൊ അതാണ് കാര്യം. ആകാശം തന്നോട് പോലും ഒരു വാക്ക് പറയാതെ ഇങ്ങോട്ട് ഓടി വന്നേ. ഗോമതിക്കും വല്ലാത്ത വിഷമമായിപ്പോയി. ഗോമതി പറഞ്ഞു, പോട്ടയുടെ മോനെ, ദേ മീനാക്ഷി നിന്നെ എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ, പിന്നെന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? അവൾ നിന്നെ കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുകയല്ലേ ചെയ്തേ. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ പോകുന്ന കാര്യം ഉണ്ടായിരുന്നോ? ദേ അവരവരുടെ സംസ്കാരം കാണിച്ചു. പക്ഷെ എന്നും പറഞ്ഞോണ്ട്, എടാ എല്ലാവരുടെയും കണക്ക് സ്റ്റേജിലേക്കല്ലേ നിന്നെ വിളിച്ചത്. അപ്പൊ നീ അവിടെ ചെല്ലേണ്ടതല്ലായിരുന്നു അതിന്റെ മര്യാദ. ആരെങ്കിലും എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുന്നാണോ നിന്റെ ഇത്? നീ ഒരിക്കലും അങ്ങനെ താന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. നീ പലചരക്കുകളുടെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്. അല്ലാതെ ഒരു ജോലി അത്ര വലുതല്ല, ഒരു ജോലി അത്രയും ചെറുതുമല്ലെന്ന് പറയണം. അത് മനസ്സിലാക്കേണ്ട ആള് നീയായിരുന്നു. പകരം നീ മീനാക്ഷിനെ ചെറുതായി, കാരണം മീനാക്ഷിയോട് നീ ചെറുതാണല്ലോ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും നീ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോന്നെ. അവിടെ ധൈര്യപൂർവ്വം നിൽക്കുമായിരുന്നു ചെയ്യേണ്ടേ. അതാണ് ഒരാണെന്ന രീതി നീ ചെയ്യേണ്ടിയിരുന്നേ. പകരം വെറുതെ സെന്റിമെന്റ്സും വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു. നീ എന്റെ മകൻ തന്നെയാണോ എന്ന് ചോദിക്കണം. ഇത് കേട്ടോ ആകാശം പറഞ്ഞു, അമ്മേ ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഇത് കേട്ടപ്പോൾ ആകാശം, സോറി അമ്മയെന്ന് പറയണം. സോറി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, മീനാക്ഷിയോടാ നീ പറയേണ്ടത്. അറിയാലോ, അവളോടാ പറയേണ്ടതെന്ന് പറയണം. അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് കയറി വരുവാണ്. മീനാക്ഷി വന്നപ്പത്തിന് ആകാശം മീനാക്ഷിനെ ഇങ്ങനെ നോക്കുവാണ്. പെട്ടെന്ന് ആകാശം എന്നിട്ട് പറഞ്ഞു, സോറി കേട്ടോ മീനാക്ഷി. എന്ത് സോറി? എവിടുത്തെ സോറി? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിന്ന് സോറി പറഞ്ഞാൽ മതിയില്ലേ? ഇതേ ഇന്നാണെങ്കിൽ ന്യൂസിനകത്തും എല്ലാത്തിനകത്തും നമ്മുടെ വാർത്തകളും കാര്യങ്ങളൊക്കെ വരണ്ടായിരുന്നു. ഇതേ ഞാൻ ഭർത്താവിന് ചേർത്ത് വയ്ക്കുന്ന ആ ഫോട്ടോയൊക്കെ വരണ്ടായിരുന്നു. എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലെന്ന് ചോദിക്കുക. എന്നിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേന്ന് ചോദിച്ചിട്ട് മീനാക്ഷി ആന്റെ കൈക്കിട്ട്, ആരുടെ അല്ല ആകാശിന്റെ കൈക്കിട്ട് അങ്ങോട്ട് അടിക്കുവാണ്. ആകാശം പോ ഒന്നും പറഞ്ഞോണ്ട് മാറിപ്പോവാണ്. പിന്നീട് മീനാക്ഷിയോട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, എന്റെ ഭർത്താവായിട്ട് നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഞാൻ ഇന്ന് വരെ എങ്ങനെ ഇത് കാണിച്ചിട്ടുണ്ടോ? അതെ, ഭർത്താവാണെങ്കിൽ ഭാര്യയോടൊപ്പം ചേർന്ന് നിൽക്കുക വേണ്ടത്. അതെ, ഞാൻ ആരുടെ ഇത് ജോലിയൊന്നും കണ്ടിട്ടല്ല ആരെ സ്നേഹിച്ച അറിയാലോ. അല്ലെങ്കിലും ഈ ജോലിയുടെ എല്ലാ ജോലിയും ഒരേപോലെ ഉള്ളതെന്ന് വിചാരിക്കുന്ന ആളാ ഞാൻ. അതിന് ഓരോ ജോലിക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് ആകാശന് എന്താ പറ്റാത്ത? ഇന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആകാശനായിട്ട് ഓടിക്കുകയാണ്. ഈ സമയത്ത് കോമതിക്ക് ചുറ്റും ആകാശം ഇടന്ന് ഓടുക. അമ്മേ, അവളെ പിടിച്ചു നിർത്ത്, അവൾ എന്റെ കണ്ണ് കുത്തിപ്പൊടിക്കുന്നു പറയാം. നിനക്ക് അതിന്റെ ആവശ്യമുണ്ട്, നീ മേടിച്ച് കെട്ടിക്കോളാൻ പറയാണ്. അങ്ങനെ അവരെ കിടന്ന് അവിടെ കിടന്ന് ഓടിക്കളിക്കുമ്പോൾ എന്തെന്നെല്ലാം സന്തോഷം തോന്നി ഗോമതിക്ക്. ദൈവമേ, എന്റെ ആനന്ദനും കൂടെ ഇങ്ങനെ നല്ലൊരു ബന്ധം കിട്ടിയാൽ മതിയായിരുന്നു പറയാ. ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു, ആനന്ദന്റെ വിവാഹം നടക്കാൻ പോലെ പിന്നെ എന്തിനാ പേടിക്കണേ? അധികം വൈകാതെ തന്നെ ആ നടക്കൂല്ലോ എന്ന് പറയണം. അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് റെഡിയാവുകയാണ്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി വന്നു. ആദ്യം മീനാക്ഷി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ചോദിച്ചാൽ, അല്ല അമ്മ എന്തിയാ മോളെന്ന് ചോദിക്കുക. അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം.
പിന്നീട് ആനന്ദ് അങ്ങോട്ട് വന്നിട്ട് അച്ഛ എനിക്ക് എന്തോ വരാൻ തോന്നില്ല, ഈ വിവാഹത്തിന് എന്തോ സമ്മതമല്ലെന്ന് പറയണേ. ഇത് കേട്ടെന്ന് ധർമ്മം പറഞ്ഞു, അതെ വെറുതെ വാശി പിടിക്കണ്ട, അവിടെ വന്ന് പെണ്ണിനെ കാണ്, പെണ്ണിനെ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുമല്ലോ എന്നുള്ള കാര്യം പിന്നെയല്ല തീരുമാനിക്കുന്നു പറയണം. ബാലൻ പറഞ്ഞു അത് ശരിയാ. അപ്പോഴേക്കും ഗോമതിയും കൂടെ അങ്ങോട്ട് വന്നു. ഗോമതി വന്നിട്ട് പറഞ്ഞു, അത് ബാലേട്ടാ ആരിനെയും കൂടെ ഒന്ന് വിളിക്കണ്ടേ നിൽക്കാം. അതെ നിങ്ങളെല്ലാരും കൂടെ ഇവിടുന്ന് താലപ്പൊലി ഏന്തിക്കൊണ്ട് പോയായിരുന്നല്ലോ, എന്നിട്ട് എന്തു പറ്റി? അവൻ വന്നില്ലല്ലേ? നല്ല കാര്യേ, ഇനി ഞാൻ അവന്റെ കാലെ പോയി പിടിക്കണായിരിക്കും അല്ലേ? അതൊന്നും നടക്കുന്ന കാര്യമില്ല ഗോമതി, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വേണ്ട. ദേ ഒരു കല്യാണം എങ്ങനെയാ നടത്തുന്നതെന്ന് ഈ ബാലൻ കാണിച്ചു തരും, കണ്ടു എന്ന് പറയാണ്. ധർമ്മം പറഞ്ഞു, ദേ ആനന്ദ് നീ ഇവിടെ കിടന്ന് വരകാതെ എത്രയും പെട്ടെന്ന് വരാൻ നോക്ക്, വെറുതെ എന്തിനാ, പിന്നെ പെണ്ണിനെ കണ്ടു കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ബാലൻ പറഞ്ഞു, ഇനിയിപ്പൊ കാണാനൊന്നുമില്ല, നമ്മൾ ഈ കല്യാണം അങ്ങോട്ട് ഉറപ്പിക്കുവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു, ആദ്യം കാണട്ടെ, കണ്ടു കഴിഞ്ഞിട്ട് അവന് ഇഷ്ടപ്പെടുകയില്ലയോ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനി ഒരു കല്യാണാലോചന ഞങ്ങൾ പറയുന്നേ ഇല്ലെന്ന് പറയണം. അങ്ങനെ അവരെല്ലാരും കൂടെ ഇറങ്ങുവാണ്. ആ സമയത്ത് മിത്രയുടെ കാലിലെ കെട്ടൊക്കെ പതുക്കെ ആന അഴിക്കുകയാണ്. എന്നിട്ട് നടന്നു നോക്കാൻ പറയണം. അങ്ങനെ മിത്ര പതുക്കെ നടന്നു നോക്കി, വലിയ കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുറഞ്ഞല്ലേന്ന് ചോദിക്കാം. കുറെ ഉണ്ടായിരുന്നു പറയാ. കുറെ ഉണ്ടായിരുന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞു? അല്ല അത് പിന്നെ ഇത്രയും ദിവസം നല്ല സുഖം ഉണ്ടായിരുന്നു ഇരിക്കാനായിട്ട്. അയ്യടാ ഒരു സുഖം ഉണ്ടായിരുന്നു പോലും. അതെ ആന്റെ കെയറിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ആനെല്ലാം പണിയെല്ലാം ചെയ്യാൻ പഠിച്ചില്ലേ, അടുക്കള ജോലി ചെയ്യാൻ പഠിച്ചു, വീട്ടിൽ അടിച്ചു വാരാനും പാത്രം കഴുകാനും എന്നുകൊണ്ട് സർവ്വ ജോലികളും പഠിച്ചില്ലേന്ന് ചോദിക്കാം. അപ്പൊ നീ അങ്ങോട്ട് സുഖിച്ചിരിക്കുവായിരുന്നല്ലേ? അതെ ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇനിയും ഞാൻ കാലം മുറിച്ചിട്ട് ഇവിടെ ഇരിക്കുമെന്ന് പറയാം. അങ്ങനെയാണ് എന്റെ മോള് തന്നെ ഇവിടെ കയറി ഇരിക്കത്തുള്ളൂ, ഞാൻ എന്റെ പാട് നോക്കി പോകുന്നു പറയാണ്. ഇത് കേട്ടത് മിത്രയും ചിരിച്ചു. മിത്ര ചോദിച്ചു, ആര്യ ഇന്നല്ലേ ആനന്ദേട്ടന്റെ പെണ്ണ് കാണിച്ചടങ്ങ്, ആനന്ദേട്ടനെ കാണാൻ പോണ്ടേന്ന് ചോദിക്കാം. എന്തിന്? ഞാൻ പോകുന്നില്ല തീരുമാനിച്ചാന്ന് പറയണം. അതെ ആരിന് വിഷമമില്ല പോത്തരെന്ന് ചോദിക്കണം. എന്ത് വിഷമം? എനിക്കൊരു വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല, വെറുതെ കള്ളത്തരം പറയണ്ട. ആന്റെ എനിക്ക് അറിയാനായിട്ട് പറ്റും, ആന്റെ ഉള്ളിൽ നിറയെ സങ്കടമുണ്ട്, പക്ഷെ അത് പുറമെ കാണിക്കാത്തല്ലേന്ന് ചോദിക്കാം. ദേ മിത്ര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലത്തെ ചീപ്പ് സെന്റിമെന്റ്സ് ഒന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലോ, നീ ഇവിടെ ഇരുന്ന് പഠിക്കാൻ നോക്കാൻ പറയണം. അല്ല അത് പിന്നെ അതെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി, വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ആര്യൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇത്ര ആലോചിക്കുക. ആര്യന് നല്ല വിഷമമുണ്ട്, പക്ഷെ ഇങ്ങനെ ആര്യനൊന്നും പുറമേ കാണിക്കുന്നില്ല. ഇപ്പൊ ആര്യനും കൂടെ എവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും മുൻപന്തിയിൽ ആര് നിന്നേനം, താൻ കാരണമാണല്ലോ എന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ബാലനും ഗോമതി അവരെല്ലാവരും ക്ഷേത്രത്തിലെത്തി ഉദയമാനും മകൾക്കും വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറെ സമയമായിട്ടും കാണുന്നില്ല. പെട്ടെന്ന് ധർമ്മം പറഞ്ഞു, ഇതുവരെയായിട്ടും കാണുന്നല്ലോ. ഗോമതി പറഞ്ഞു, ഇനിയിപ്പോ ഈ കല്യാണം മുടങ്ങുമോ ബാലേട്ട? ഉദയഭാൻ സാറ് വാക്ക് പറഞ്ഞ വാക്കാ, കൃത്യസമയത്ത് വരുമെന്ന് പറഞ്ഞ കൃത്യസമയത്ത് തന്നെ വന്നിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, വരുമെന്ന് പറയണം. ഈ സമയം ആനന്ദ് പറഞ്ഞു, ഇനിയിപ്പോ വന്നില്ലേ നമുക്ക് പോയേക്കാച്ച, ചിലപ്പോ വരത്തില്ലായിരിക്കും എന്ന് പറയാ, നമുക്ക് പോയേക്കാന്ന് പറയാ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, നിൽക്കാൻ പറയണം. അപ്പോഴേക്കും ഒരു കാർ അങ്ങോട്ട് വന്നിന്നേ. ദേ ഉദയഭാൻ സാറിന്റെ വണ്ടി വന്നല്ലോ എന്ന് പറയാണ്. അങ്ങനെ കാരണത്ത് ഉദയഭാനും ഇറങ്ങിയിട്ട് വന്നിട്ട് ചോദിച്ചു, ഞങ്ങള് ലേറ്റ് ആയെന്ന് ചോദിക്കേ. ഇല്ല കൃത്യസമയത്ത് തന്നെ എത്തിന്ന് പറയണം. അപ്പോഴേക്കും അതിനകത്തുനിന്ന് ശ്രീദേവി ഇറങ്ങുവാണ്. ശ്രീദേവി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് ഇങ്ങനെ നോക്കുവാണ്. ആനന്ദിനെ ശ്രീദേവി നോക്കുക. ആനന്ദിന് ഒറ്റ നോടത്ത് തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ശ്രീദേവിനെ നോക്കി ആനന്ദ് നിൽക്കുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.